ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു അനസ്റ്റ് അക്കാഡമി. അനസ്റ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫിറ്ററിന്റെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. PSC അല്ലെങ്കിൽ വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആക്യുറസി ഓഫ് എ കാലിപ്പർ ഈസ് ലിമിറ്റഡ് ടു. ഒരു കാലിപ്പറിന്റെ ആക്യുറസി എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആക്യുറസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കുറെ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നുണ്ട്. സോ അതിന്റെ എല്ലാത്തിന്റെയും ആക്യുറസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആക്യുറസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതുമാണ്. സോ ആക്യുറസി ഓഫ് എ കാലിപ്പറിന്റെ ആക്യുറസി എത്ര ആണെന്ന് അറിയോ? 0.5. 0.5. ഓക്കെ, സോ 0.5 ആണ് ആൻസർ. സോ നമുക്ക് ശരിക്കും ഔട്ട്സൈഡ് കാലിപ്പർ, ഇൻസൈഡ് കാലിപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കാലിപ്പർ ഇതാണ്. സോ ഇതിൽ കാണിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഔട്ട്സൈഡ് കാലിപ്പറും ആൻഡ് ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഇൻസൈഡ് കാലിപ്പറാണ്. സോ അതിൽ സ്പ്രിംഗ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നതും ഉണ്ട്, അല്ലാതെ നോർമലി സ്പ്രിംഗ് ഇല്ലാത്ത ടൈപ്പും ഉണ്ട്. സോ സ്പ്രിംഗ് ജോയിന്റ് വരുന്നതും ഇതിൽ രണ്ട് സ്പ്രിംഗ് ജോയിന്റ് വരുന്നതാണ്. സോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് സ്പ്രിംഗ് ജോയിന്റ് ഇല്ലാത്തതാണ്. സോ ഇതിന്റെ മെഷർമെന്റ് ശരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു സ്റ്റീൽ റൂളോടെ വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും മെഷർമെന്റ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ലെഗ്, ഇതിപ്പോ ഔട്ട്സൈഡ് കാലിപ്പർ ആണ് ഈ കാണിച്ചിരുന്നത്. ലെഫ്റ്റ് സൈഡ് കാണിച്ചിരിക്കുന്ന ഔട്ട്സൈഡ് കാലിപ്പർ ആണ്. ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് വെച്ചിട്ട് നമ്മുടെ ഔട്ട്സൈഡ് ഡയമീറ്റർ അല്ലെങ്കിൽ ഔട്ട്സൈഡ് മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു കോൺവെക്സ് ഷേപ്പ് വന്നിരിക്കുന്നത്, ഔട്ട്സൈഡ് മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ മെഷർമെന്റ് എത്ര ആണെന്ന് ഇതിൽ ചെക്ക് ചെയ്തതിന് ശേഷം അത് കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീൽ റൂളർ വെച്ചിട്ട് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് വരുന്നത് 0.5 mm ആണ്. 0.5 mm ആണ് എന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പർ ഹാവ് ആൻ അഡ്വാൻറ്റേജ്. നമ്മളിപ്പോൾ പറഞ്ഞു നോർമലി ഉള്ള സ്പ്രിംഗ് ജോയിന്റ് ഇല്ലാത്ത കൺവെൻഷണൽ ടൈപ്പ് കാലിപ്പറും ഉണ്ട്, സ്പ്രിംഗ് ജോയിന്റ് വരുന്നതുണ്ട്. സ്പ്രിംഗ് ജോയിന്റിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബെറ്റർ ആക്യുറസി, ക്വിക്ക് സെറ്റിംഗ്, ബെറ്റർ പ്രിസിഷൻ, ഓൾ ദി അബവ്. All the above. ഓൾ ദി അബവ് ശരിക്കും നോക്കി, നമുക്ക് ആക്യുറസി ബെറ്റർ ആക്കാനോ അല്ലെങ്കിൽ പ്രിസിഷൻ ബെറ്റർ ആക്കാം. ആക്യുറസിയും പ്രിസിഷനും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആക്യുറസി എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കുള്ള ട്രൂ വാല്യൂവിനോട് എത്രത്തോളം അടുക്കുന്നു എന്നുള്ളതാണ് ആക്യുറസി എന്ന് പറയുന്നത്. ആൻഡ് പ്രിസിഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഒരു വാല്യൂ തന്നെ തരാനുള്ള എബിലിറ്റിയാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ശരിക്കും ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു 10 mm ആണെന്ന് വിചാരിക്കുക. നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് ആദ്യം മെഷർ ചെയ്യുമ്പോൾ 9.9 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ ഇൻസ്ട്രുമെന്റ് വളരെ ആക്യുറേറ്റ് ആണ്, കാരണം 10 വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് തന്നു. ഇനി ഞാൻ 2-3 വട്ടം മെഷർ ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടെ മെഷർ ചെയ്തപ്പോൾ എനിക്ക് 9.9 കിട്ടിയതിന് പകരം 10.6 ആണ് കിട്ടിയത്. പിന്നെ ഒരു തവണ മെഷർ ചെയ്തപ്പോൾ എനിക്ക് 8.5 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതിന് പറയാം അതിന് പ്രിസിഷൻ കുറവാണെന്ന്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആ മെഷർമെന്റ് റീഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിന്റെ ആ റിപ്പീറ്റബിലിറ്റി ഇല്ല. സെയിം ആൻസർ തന്നെ പിന്നെയും തരുന്നതിന് പകരം വേരിയസ് ആയിട്ടുള്ള ആൻസർ തരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം അതിന് പ്രിസിഷൻ കുറവാണ്. ഇനി പ്രിസിഷൻ നന്നായിട്ടുണ്ട് പക്ഷെ ആക്യുറസി കുറവായിട്ടുള്ളത് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതേ എക്സാമ്പിൾ തന്നെ 10 mm ആണ് ശരിക്കും ഡയമെൻഷൻ. പക്ഷെ നമുക്ക് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ അത് ആദ്യം മെഷർ ചെയ്തപ്പം 8.5 കാണിച്ചു, രണ്ടാമത് മെഷർ ചെയ്തപ്പം 8.55, മൂന്നാമത് മെഷർ ചെയ്തപ്പോൾ 8.45. സോ ശരിക്കുള്ള വാല്യൂവിൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ശരിക്കും 10 ആയിരുന്നു പക്ഷെ 8.5 ആണ് കിട്ടുക. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ആ സെയിം ആൻസർ തന്നെ നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറയാം പ്രിസൈസ് ആണെന്ന്. അത് പ്രിസൈസ് ആണ് പക്ഷെ ആക്യുറേറ്റ് അല്ല. പക്ഷെ നോക്കിയേ, നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ സ്പ്രിംഗ് ജോയിന്റ് ആണ്. ഈ സ്പ്രിംഗ് ജോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും ഈ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടും അല്ല, ആക്യുറസി ഇൻക്രീസ് ചെയ്യാനോ പ്രിസിഷൻ ഇൻക്രീസ് ചെയ്യാനോ അല്ല. ശരിക്കും ഒരു കാലിപ്പറിനകത്ത് നമുക്ക് മെഷർമെന്റ് എടുക്കുന്നതിനകത്ത് ആക്യുറസിയും പ്രിസിഷനും ഒക്കെ ശരിക്കും വരുന്നത് ആ ലേബർ, അതായത് യൂസ് ചെയ്യുന്ന ആളിന്റെ സ്കില്ലാണ് കൂടുതലായിട്ട് വരുന്നത്. കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് മെഷർ ചെയ്യുക. കാരണം ഒരു ഡിജിറ്റൽ റീഡർ ഒന്നും അതിനകത്തില്ല. നമ്മൾ അതെടുത്തിട്ട് അവിടെ മറ്റേടത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്, സ്റ്റീൽ റൂളർ വെച്ചിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്പ്രിങ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മെഷർമെന്റ് റീഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാൻ പറ്റും. അതാണ് ഈ സ്പ്രിംഗ് കാലിപ്പർ, സ്പ്രിംഗ് ജോയിന്റ് യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത്. അതിനകത്തൊരു നോബ് ഉണ്ട്, ആ നോബ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബെറ്റർ ആക്യുറസിയോ ബെറ്റർ പ്രിസിഷനോ അല്ല, ക്വിക്ക് സെറ്റിംഗ് ആണ്. ഇതൊരു തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. സോ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഇൻസ്ട്രുമെന്റിനകത്തോട്ട് ഒരു അഡിഷൻ വരുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ ചിന്തിക്കുന്ന ഓക്കെ, സോ അതിന്റെ ആക്യുറസിയും പ്രിസിഷനും ഒക്കെ ഇമ്പ്രൂവ് ആകും എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഓൾ ദ അബവ് ചൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. പക്ഷെ ഇവിടെ നമുക്ക് ശരിക്കും ആൻസർ എന്ന് പറയുന്നത് സ്പ്രിംഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിംഗ് കുറച്ചുകൂടെ എളുപ്പമാകുന്നു, അതിന്റെ മെഷർമെന്റിന്റെ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ക്വിക്ക് സെറ്റിംഗ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. ആൻസർ ഈസ് ക്വിക്ക് സെറ്റിംഗ്. ഓക്കെ,
നെക്സ്റ്റ് വൺ ഈസ് ജെനി കാലിപ്പർ. ഇത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്ത സാധനമല്ല, പക്ഷേ നമുക്ക് നമ്മുടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഈ ജെനി കാലിപ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. കവർ ആവാതെ പോയ ഏതെങ്കിലും ഏരിയ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള രീതിയിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. സോ ജെനി കാലിപ്പർ ഈസ് ഓൾസോ നോൺ ആസ്, നിങ്ങൾക്ക് അറിയോ, ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ, ലെഗ് ആൻഡ് ഓൾ ദി അബോ. ഓക്കെ, വെരി ഗുഡ്. സോ ജെനി കാലിപ്പർ എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യമേ കാണിച്ചേക്കാം. ഈ കാണുന്നതാണ് ജെനി കാലിപ്പർ എന്ന് പറയുന്നത്. ജെനി കാലിപ്പറിന്റെ ഒരു പോയിന്റ്, ഒരിടത്ത് മാത്രമേ, ഒരു ലെഗിൽ മാത്രമേ പോയിന്റർ കാണത്തുള്ളൂ. സോ അതിനാണ് ജെനി കാലിപ്പർ എന്ന് പറയുന്നത്. ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് ആയിരിക്കും, ഒരു സ്റ്റെപ്പ് പോലെ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഹീൽ ആയിരിക്കും. ഇവിടെ ഒരു ഹീല് കാണും. സോ ഇത് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റെപ്പ് സ്ട്രക്ചർ പോലുള്ളിടത്തൊക്കെ നമുക്ക് പാരൽ ലൈൻസ് വരയ്ക്കുന്നതിന്, ഒരു റെഫറൻസ് ലൈൻ യൂസ് ചെയ്തിട്ട് അതിന് പാരലായിട്ട് ലൈൻ സ്ക്രൈബ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് എന്ത്, സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ജെനി കാലിപ്പർ എന്ന് പറയുന്നത്. അതുപോലെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സർഫസിന്റെ സെന്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജെനി കാലിപ്പർ യൂസ് ചെയ്യും. സോ ഇതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ഒരു ലെഗിൽ മാത്രമേ പോയിന്റർ ഉള്ളൂ എന്നുള്ളതാണ്. സോ ഇതിന്റെ വേറെ പേരൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ എന്ന് പറയാറുണ്ട്, ലെഗ് ആൻഡ് പോയിന്റ്, അത് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ഒരു കാലില് എന്തുണ്ട്, ഒരു പോയിന്ററും മറ്റൊരു നോർമൽ ലെഗും വരുന്നത്, അല്ലെങ്കിൽ ഓഡ് ലെഗ് കാലിപ്പർ എന്നൊക്കെ പറയാറുണ്ട്. സോ ഇത് മൂന്നും ഈ ജെനി കാലിപ്പറിന്റെ പേര് തന്നെയാണ്. സോ ആൻസർ ഈസ് ഓൾ ദ അബോവ് ആണ്. ആൻസർ ഈസ് ഓൾ ദ അബോവ്. നെക്സ്റ്റ് വൺ ഈസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർനിയർ ഹൈറ്റ് ഗേജ്. വെർനിയർ ഹൈറ്റ് ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന്? ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. സോ ആൻസർ ഈസ് 0.02 mm. 0.02 mm ആണ് വെർനിയർ ഹൈറ്റ് ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. ബിവൽ പ്രൊട്രാക്ടറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര ആയിരുന്നു ഓർക്കുന്നുണ്ടോ? 1 ഡിഗ്രി, 2 ഡിഗ്രി, 1 മിനിറ്റ്, 5 മിനിറ്റ്. 5 മിനിറ്റ്സ്. ഓക്കെ, സോ ലീസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബിവൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റീഡിംഗ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് 5 മിനിറ്റ്. നമ്മൾ അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Now in a vernier bevel protractor, vernier scale has dash number of division. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിൽ എത്ര ഡിവിഷൻസ് ഉണ്ടെന്ന്. വെർനിയർ സ്കെയിലാണ് 24 കറക്റ്റ് ആണ്. മീൻസ് വെർനിയർ സ്കെയിലിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സെന്ററിൽ നിന്ന് ലെഫ്റ്റിലേക്കും സെന്ററിൽ നിന്ന് റൈറ്റിലേക്കും. നമ്മൾ അങ്ങനെ ആയിരുന്നു റീഡിംഗ് എടുക്കുന്നത് അല്ലെ. സോ സെന്ററിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു 12 ഡിവിഷൻ ഉണ്ട് വെർനിയർ സ്കെയിലിൽ. സെന്ററിൽ നിന്ന്, അതായത് സീറോയുടെ മെയിൻ സ്കെയിലിൽ സീറോയുടെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും. സോ റൈറ്റ് സൈഡിലേക്ക് ഒരു 12 ഡിവിഷൻ, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 12 ഡിവിഷൻ. സോ അങ്ങനെ മൊത്തം 24 ഡിവിഷൻസ് ആണ് വെർനിയർ സ്കെയിലിൽ വരുന്നത്. സോ 24 is the correct answer. Next one, which of the following is an application of vernier bevel protractor? Used for measuring angles, for setting work holding devices in machine tools, for measuring depth of a hole, for both A and B. Both A and B. Both A and B. ഇവിടെ നമ്മൾ തെറ്റാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ആദ്യമേ യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംഗിൾസ് കാണുമ്പോഴത്തേക്ക് എ കറുപ്പിക്കും എന്നുള്ളൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ നമ്മൾ വായിക്കുമ്പോൾ ഫോർ സെറ്റിംഗ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, അന്നേരം അത് വെച്ച് ഡൗട്ട് അടിക്കരുത്, ഇത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണോ ഈ ബിവൽ പ്രൊട്രാക്ടർ എന്നാണോ ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനല്ല, നമുക്ക് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് നമുക്ക് പലപ്പോഴും പല ആംഗിൾസിലൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. ടേപ്പറിങ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല ആംഗിൾസിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ആംഗിളിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് സെറ്റ് ചെയ്യുന്നതിന് എന്ത് യൂസ് ചെയ്യും, നമ്മൾ ബിവൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്യും. അത് മെഷറിംഗ് ആംഗിൾസ് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ബിവൽ പ്രൊട്രാക്ടർ എന്ന പേര് കാണുമ്പോൾ തന്നെ മെഷറിംഗ് ആംഗിൾസ് വരും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ്. സോ രണ്ടാമത്തെ ഓപ്ഷനും നമ്മൾ ബിവൽ പ്രൊട്രാക്ടറിന് യൂസ് ചെയ്യുന്നതാണ്. സി എന്തായാലും വരത്തില്ല. മെഷറിംഗ് ഡെപ്ത് ഗേജ് ഒക്കെയാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഡെപ്ത് ഓഫ് എ ഹോൾ വരത്തില്ല. സോ ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കൺഫ്യൂഷൻ വരരുത്. ബോത്ത് എ ആൻഡ് ബി. സോ വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിന്റെ രണ്ട് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞു. ഒന്ന് മെഷറിംഗ് ആംഗിൾ എന്നുള്ള നോർമൽ ആയിട്ടുള്ളത്, പിന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല, വർക്ക് ഹോൾഡിംഗ് ഡിവൈസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെക്കാനിക്കൽ കമ്പറേറ്റർ. നമ്മൾ കമ്പറേറ്റർ ജസ്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഈ മെക്കാനിക്കൽ കമ്പറേറ്ററിനകത്ത് വരുന്ന ഏതൊക്കെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നൺ ഓഫ് ദി അബോവ്. സോ ഈ കൊടുത്തിരിക്കുന്ന എ, ബി, സി ഇത് മൂന്നും മെക്കാനിക്കൽ കമ്പറേറ്റർ ആണ്. അത് നോർത്ത് വെച്ചേക്കണം അതിന്റെ പേരുകൾ. മൈക്രോക്കേറ്റർ, സിഗ്മ കമ്പറേറ്റർ, റെഡ് കമ്പറേറ്റർ, ഇത് മൂന്നും മെക്കാനിക്കൽ കമ്പറേറ്റേഴ്സ് ആണ്. ശരിക്കും നമുക്ക് കമ്പറേറ്റേഴ്സ് നോർമലി നമ്മൾ മെക്കാനിക്കൽ കമ്പറേറ്റർ, ഇലക്ട്രിക്കൽ കമ്പറേറ്റർ, ദെൻ ന്യൂമാറ്റിക് കമ്പറേറ്റർ, ഒപ്റ്റിക്കൽ കമ്പറേറ്റർ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ന്യൂമാറ്റിക്, ഒപ്റ്റിക്കൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. സോ അതിനകത്ത് മെക്കാനിക്കൽ കമ്പറേറ്ററിന്റെ അണ്ടറിൽ വരുന്നതാണ് മൈക്രോക്കേറ്റർ, സിഗ്മ കമ്പറേറ്റർ, റെഡ് കമ്പറേറ്റർ എന്നൊക്കെ പറയുന്നത്.